നമസ്കാരം. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ 370 അനുച്ഛേദം റദ്ദാക്കിയതിന്റെ 7ാം വാർഷികത്തിൽ അരങ്ങേറിയ നാടകീയ സംഭവ വികാസങ്ങളുടെ പൂർണ്ണരൂപമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഒരു വശത്ത് പ്രതിപക്ഷ പാർട്ടികൾ കരിദിനം ആചരിച്ച് തെരുവിൽ പ്രതിഷേധിച്ചപ്പോൾ മറുവശത്ത് BJPയും അനുകൂലികളും ആഘോഷങ്ങളുമായി രംഗത്തെത്തിയതിന്റെ രാഷ്ട്രീയ ചിത്രമാണ് ഇന്ന് നാം വിശകലനം ചെയ്യുന്നത്. 2019 ഓഗസ്റ്റ് 5-നാണ് ചരിത്രപ്രസിദ്ധമായ തീരുമാനത്തിലൂടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന 370 അനുച്ഛേദം കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത്. ഇതിന്റെ 7ാം വാർഷിക ദിനമായ ഇന്ന് ജമ്മു കാശ്മീർ വീണ്ടും കനത്ത രാഷ്ട്രീയ പോരിനാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. താഴ്വരയിലും ജമ്മു മേഖലയിലും ഒരുപോലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. കരിദിനാചരണവും ഭരണപക്ഷത്തിന്റെ അവകാശവാദങ്ങളും ഉയർത്തിക്കാട്ടുന്ന പ്രക്ഷോഭങ്ങളും എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. 370 അനുച്ഛേദം റദ്ദാക്കിയ നടപടിയെ തുടക്കം മുതൽ എതിർക്കുന്ന നാഷണൽ കോൺഫറൻസ്, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, കോൺഗ്രസ് തുടങ്ങിയ കക്ഷികൾ ഈ ദിവസത്തെ കരിദിനമായാണ് ആചരിച്ചത്. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ജമ്മുവിലും ശ്രീനഗറിലും പ്രത്യേക പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. കറുത്ത ബാഡ്ജുകൾ അണിഞ്ഞും പ്ലക്കാർഡുകൾ ഏന്തിയുമെത്തിയ പ്രവർത്തകർ സംസ്ഥാന പദവി ഉടൻ തിരികെ നൽകണമെന്നും ഭൂമിയിലും തൊഴിലിലുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും അവകാശപ്പെട്ടു. പലയിടത്തും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയും പ്രമുഖ നേതാക്കളെ തടയുകയോ വീട്ടുതടങ്കലിൽ വെക്കുകയോ ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. PDP അധ്യക്ഷ മെഹബൂബ മുഫ്തി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തി. ഭരണഘടനയുടെ അന്തസത്ത തകർക്കുന്ന ആദ്യ പടിയായിരുന്നു 2019 ഓഗസ്റ്റ് 5 എന്നും ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടു എന്നുമാണ് ഇവർ ആരോപിക്കുന്നത്. വിഭജനത്തിന് ശേഷമുള്ള 7 വർഷങ്ങൾ പിന്നിടുമ്പോഴും താഴ്വരയിൽ യഥാർത്ഥ സാധാരണ നില കൈവന്നിട്ടില്ലെന്നും പുറമേ കാണിക്കുന്ന കൃത്രിമ സമാധാനമല്ല ജനങ്ങൾക്ക് വേണ്ടതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. മറുവശത്ത് 370 അനുച്ഛേദം റദ്ദാക്കിയതിന്റെ 7ാം വാർഷികം ആഘോഷപൂർവ്വമാണ് BJPയും നേതൃത്വവും അനുകൂലികളും കൊണ്ടാടിയത്. ഈ തീരുമാനം ജമ്മു കാശ്മീരിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ വഴിത്തിരിവാണെന്നാണ് ഭരണപക്ഷം വിശേഷിപ്പിക്കുന്നത്. ഭീകരവാദത്തിനും കല്ലേറിനും അറുതി വന്നുവെന്നും നൂറുകണക്കിന് കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കിയതിലൂടെ സുതാര്യവും തുല്യ അവകാശങ്ങളും ഉറപ്പുവരുത്താൻ കഴിഞ്ഞുവെന്നും ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി. BJP പ്രവർത്തകർ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും വിജയം ആഘോഷിച്ചും രംഗത്തെത്തി. വലിയ പ്രതിഷേധങ്ങളും ആഘോഷങ്ങളും ഒരുപോലെ നടക്കാനുള്ള സാധ്യത മുൻനിർത്തി ജമ്മു കാശ്മീർ മുഴുവൻ അതീവ സുരക്ഷാ വലയത്തിലായിരുന്നു. ലാൽ ചൗക്ക് ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ കർശന പരിശോധനകളാണ് ഏർപ്പെടുത്തിയിരുന്നത്. 7 വർഷം പിന്നിടുമ്പോഴും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട ചർച്ചകളും നിയമ പോരാട്ടങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിൽ ഈ വാർഷിക ദിനത്തിലെ സംഭവ വികാസങ്ങൾ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്.